ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സദ്യ സ്പെഷ്യലായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ശർക്കര വരട്ടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ? അതിനായിട്ട് ഞാനിവിടെ പച്ച ഏത്തക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല വിളഞ്ഞ കായാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അതിനായിട്ട് രണ്ട് സൈഡും നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത ശേഷം ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കണം. ഇതുപോലെ ഒന്ന് രണ്ട് സൈഡിൽ ഇതുപോലെ വരഞ്ഞെടുത്ത ശേഷം നമുക്ക് ഈ തൊലി പൊളിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ വരഞ്ഞെടുക്കുകയാണെങ്കിൽ എളുപ്പമാണ്. അതുപോലെ കത്തി കൊണ്ട് ഇതുപോലെ ആക്കി കൊടുത്താൽ നമുക്കിത് കൈ കൊണ്ട് തന്നെ ഒന്ന് പൊളിച്ചെടുക്കാനായിട്ട് പറ്റും. കയ്യിൽ വെളിച്ചെണ്ണ തേച്ച് കൊടുത്തിട്ട് പൊളിച്ചെടുക്കുകയാണെങ്കിൽ കയ്യിൽ കറയൊന്നും പറ്റത്തില്ല. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് പൊളിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ പൊളിച്ചെടുത്തിട്ടുണ്ട്. എല്ലാ കൈ ഇതുപോലെ ഒന്ന് നമുക്കൊന്ന് പൊളിച്ചെടുക്കണം. ഒരു ബൗളിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിലാണ് നമ്മൾ കായ ഇട്ട് വെക്കുന്നത്. അപ്പോൾ കായയുടെ കറയൊക്കെ പോകാനായിട്ടാണ് മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത്. അപ്പോൾ നമുക്ക് മഞ്ഞൾ വെള്ളത്തിൽ ഒന്ന് ഇട്ട് വെക്കാം. കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്കിതൊരു കത്തി എടുത്തിട്ട് ഇതുപോലൊന്ന് ആക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ കായ്ക്ക് നല്ലൊരു ഫിനിഷിങ് കിട്ടാനായിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ശർക്കര വരട്ടിക്ക് വേണ്ടി. ഞാൻ ഇതുപോലെ ഒരേ തിക്നെസ്സിലെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് വലുതായിട്ടല്ല കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു കടായിലേക്ക് വെളിച്ചെണ്ണ ചൂടായി വരുമ്പം നമ്മുടെ ഏത്തക്ക കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ ഉടൻ തന്നെ ലോ ഫ്ലെയിമിലേക്ക് വെക്കണം. ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ടാണ് നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഏത്തക്ക കഷ്ണങ്ങൾ കുറച്ച് വലിയ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം എപ്പോഴും ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇത് ഫ്രൈ ആയി കിട്ടത്തില്ല. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഏകദേശം ഒരു 45 to 1 മണിക്കൂറൊക്കെ എടുക്കും ഇതൊന്ന് ഫ്രൈ ആയി കിട്ടാനായിട്ട്. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഈ ഒരു കളർ ആയപ്പോഴാണ് എനിക്ക് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇടയ്ക്ക് ഒന്ന് എടുത്ത് നോക്കി ചെക്ക് ചെയ്താൽ മതി. ഒരു ഉരുളിയിലേക്ക് നമുക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ടേസ്റ്റ് ബാലൻസിന് വേണ്ടി ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി കുറച്ച് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഒരു നൂൽ പാകം ആയി കിട്ടണം. അപ്പോൾ അതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കണം. ഉരുളിക്ക് നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് വൺ സ്ട്രിങ് കൺസിസ്റ്റൻസി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തക്കയുടെ കംപ്ലീറ്റ് ചൂടാറിയിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏത്തക്ക കഷ്ണത്തിന് കംപ്ലീറ്റ് ചൂടാറിയിട്ട് വേണം എപ്പോഴും ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ചുക്കുപൊടി, ഏലക്കാപ്പൊടി, അതുപോലെ തന്നെ ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എപ്പോഴും കൂടുതൽ നിൽക്കേണ്ടത് ചുക്കുപൊടിയാണ്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടാണ് ഇതെല്ലാം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നല്ലൊരു കോട്ടിങ് കിട്ടാനായിട്ട് കുറച്ച് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ല നൈസ് ആയിട്ടുള്ള അരിപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ശർക്കര വരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തമ്മിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന എല്ലാം ഒന്ന് വിടിയിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നെക്സ്റ്റ് റെസിപ്പി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.